ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷിയുടെ ഫോണിലേക്ക് മുകുന്ദൻ മേനോൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം കണ്ട ആ മേനോൻ സാർ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഫോണിൽ കൂടെ എനിക്ക് സൗണ്ട് വേറെ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നെല്ലാം പറയുന്നു. മീനാക്ഷിക്ക് സുഖമല്ലേ എന്നെല്ലാം മേനോൻ സാർ ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ വല്ലപ്പോഴും വിളിക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്നും ചോദിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വിളിക്കില്ല എന്നും മേനോൻ പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഇല്ലെന്നേ, ഒരു വിരോധവും ഇല്ല, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചതെന്നെല്ലാം മേനോൻ പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അതെ, ഞാൻ അമ്മയാണ് എന്ന് പറയാം കേട്ടോ. മേനോൻ സാറ് പറയുന്നുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്, സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ എന്തുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട, എന്നെ ഒരു അന്യനായിട്ട് കാണാൻ ശ്രമിക്കുകയും വേണ്ട എന്നെല്ലാം പറയുന്നു. മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ അന്യനായിട്ടല്ല സാറിനെ കാണുന്നത്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് സാറിനെ ഞാൻ കാണുന്നതെന്ന് പറയാം കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന മുകുന്ദൻ മേനോൻ പറയുന്നുണ്ട്, മീനാക്ഷി എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം, മീനാക്ഷിയുടെ ആരോഗ്യവും സൗഖ്യവുമാണ് ഇപ്പോൾ എൻ്റെ സമാധാനം എന്ന് മേനോൻ സാറ് പറയുന്നു. ആ സമയം മീനാക്ഷി പറയുന്നുണ്ട്, എനിക്ക് അതിനൊരു സന്തോഷക്കുറവും ഇല്ലല്ലോ സാറേ എന്ന് പറയുന്നുണ്ട്. മേനോൻ സാറ് പറയുന്നുണ്ട്, എന്നെ നേരിട്ട് മീനാക്ഷി കണ്ടപ്പോൾ മീനാക്ഷിക്ക് ഒരു അരിഷ്ടം തോന്നിയിട്ടുണ്ടാവും, കാര്യം ഇത്രയും പ്രായമുള്ള ഒരു തൈക്കിളവനാണല്ലോ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് മീനാക്ഷിക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കാണ്ടോ മേനോൻ സാറ്. ഇല്ലെന്നേ, എനിക്കൊരു അനിഷ്ടവുമില്ല, എനിക്കിഷ്ടമായി, ഞാൻ അമ്മയോടും പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മേനോൻ സാറ് പറയുന്നുണ്ട്. ആ ഇഷ്ടം നിലനിൽക്കട്ടെ എന്നും, സ്നേഹവും സന്തോഷവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണം നമ്മളുടെ കുഞ്ഞിനും കിട്ടുമെന്നെല്ലാം മേനോൻ സാറ് പറയാണ്. മീനാക്ഷി തിരിച്ചും ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ സാറിനെന്ന് ചോദിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടാണ്ടെന്ന് മേനോൻ സാറ് പറയാണ്. 100% ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നു കേട്ടോ. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഫോട്ടോ കണ്ടിട്ടല്ലേ എന്നെ സെലക്ട് ചെയ്ത്, അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെ തോന്നി സാറിനെന്ന് ചോദിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ ഇതിനേക്കാൾ പറ്റിയ വേറെ ആരും ഈ ഭൂമിയിലില്ല എന്ന് പറയുന്നു. മീനാക്ഷി പറയുന്നു, സാറ് ചുമ്മാ പറയല്ലേ എന്ന്. ഇല്ല മീനാക്ഷി, സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. ആ സമയം ആരാ മോളെ ഫോണിലെന്ന് ചോദിച്ചുകൊണ്ട് തുളസി ചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി മേനോൻ സാറിന് പറയുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കാമെന്ന് പറയാം കേട്ടോ. ആരാ നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടുകൂടി. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അത് മേനോൻ സാറാണ് വിളിച്ചതെന്ന്. അയാൾ എന്തിനാ നിന്നെ വിളിക്കുന്നത്, അയാൾക്ക് എന്താണ് വേണ്ടതെന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നു, അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുന്നു. അയാൾക്ക് നിന്നെ വിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചതെന്നെല്ലാം പറഞ്ഞ് മീനാക്ഷിയുടെ നേർക്ക് ചൂടാവുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നത്, എൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പം അയാൾ സുഖിക്കേണ്ട എന്ന് പറയാണ് തുളസി ചേട്ടൻ. അങ്ങനെ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയുന്നുണ്ട് മീനാക്ഷിയോട്. അങ്ങനെ മീനാക്ഷിയുടെ കയ്യിൽ നിന്നെല്ലാം ഫോൺ തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട് തുളസി ചേട്ടൻ. എൻ്റെ ഫോൺ നമ്പർ ഏതാടിയെന്ന് ചോദിക്കുന്നു. ആ സമയം മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ തന്നെ അതെല്ലാം നോക്കിയെടുത്തോളാൻ പറയുന്നു. അയാളെ വിളിക്കാനായിട്ട് തുളസി ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നു, എന്തിനാണ് അച്ഛാ, അത് എന്തിനാ, അച്ഛന് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. മര്യാദക്ക് നീ വിളിച്ചോ, അല്ലേ നിന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊളിക്കും മീനാക്ഷിയോട് അച്ഛൻ പറയാണ്. അങ്ങനെ അച്ഛനെ ഭയന്ന് മീനാക്ഷി മേനോൻ സാറിനെ ഫോണിൽ വിളിച്ചിട്ട് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന മേനോൻ സാർ, ആ പറയും മീനാക്ഷി എന്ന് പറയുന്നു. മീനാക്ഷി അല്ല, അവളുടെ അച്ഛനാണ് എന്ന് പറയാൻ കേട്ടോ തുളസീധരൻ. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല എന്ന് മേനോൻ സാറ് പറയുമ്പോൾ തുളസീധരൻ പറയുന്നുണ്ട്, കൂടുതൽ അങ്ങോട്ട് പരിചയമില്ലാതിരിക്കുന്നതാണ് മേനോൻ സാറേ നല്ലതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മേനോൻ സാറിന് വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.